ഹായ്, ഞാൻ ഈ പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും യൂണിഫോം ഇടുമ്പോൾ നമ്മൾ മാത്രം കളർ ഡ്രസ്സിൽ പോയി എല്ലാവർക്കും ഇങ്ങനെ മിഠായി കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര അല്ലേ ഇഷ്ടമുള്ളൊരു ദിവസമാണ് അവരുടെ ബർത്ത്ഡേ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടേ ഇല്ല. സ്കൂളിലോ കോളേജിലോ ഒന്നും ആ ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒരിടത്തും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആൻഡ് യു നോ, എനിക്ക് എപ്പോഴും ഭയങ്കര സങ്കടമാണ് എല്ലാവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കേക്ക് മുറിക്കാൻ, നമ്മളൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് തോന്നാനൊന്നും ഒരു അവസരം പോലും കിട്ടിയില്ലല്ലോ എന്നോർത്ത് എപ്പോഴും ഞാൻ വിഷമിക്കുമായിരുന്നു. ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പം പ്രായം കൂടിയിട്ടാണ് മെച്യൂരിറ്റി ആയിട്ടാണോ നടക്കില്ല, ഇത്തവണ ഞാൻ അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നും നടക്കില്ലെന്ന് അറിയാമെന്നത് കൊണ്ട് മാത്രമല്ല, ആക്ച്വലി ഇല്ല, അങ്ങനെ അത് ഇല്ലാത്തത് വേണ്ടി വിഷമിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. കാരണം എനിക്ക് കിട്ടിയ നല്ലതിനെ പറ്റി നമ്മൾ ആലോചിക്കണം അല്ലേ. കിട്ടാത്തതിനെ ആലോചിച്ചോ അയ്യോ ഒന്നും അങ്ങനെ സംഭവിച്ചില്ല, ഇതുവരെ സംഭവിച്ചില്ല, ഇത്രയും വർഷമായിട്ട് സംഭവിച്ചിരുന്നു വിഷമിക്കുന്നതിലും ഭേദം എനിക്ക് കേക്ക് മുറിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകൾ എനിക്ക് എന്താ പറയുക വിഷ് ചെയ്യുന്നു, എത്രയോ പേര് വിഷ് ചെയ്യുന്നു, എത്രയോ സ്ഥലത്ത് ഇത്രയും എന്താ പറയുക ബിസി ലൈഫിൽ അവർ നമ്മളെ ഓർക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. അപ്പം അതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കിട്ടാത്തതിനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത് ശരിയാണോ? കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെ ബർത്ത്ഡേ വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. മീൻസ് വീട്ടുകാർക്ക് ആഘോഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് ഓർമ്മ വെച്ചാൽ തൊട്ട് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊരു കാര്യം നടന്നതിന് ശേഷം ഈ മാസത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കുറേ വർഷം അങ്ങനെ ആഘോഷിക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർ ബർത്ത്ഡേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ തന്നെയാണ് ഓക്കെ നമുക്ക് ഇനി തൊട്ട് ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ടൊരു കേക്ക് മുറിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു ബർത്ത്ഡേക്ക് 2-3 ഒക്കെ കേക്ക് മുറിക്കും. പക്ഷേ എപ്പോഴും എൻ്റെ വിഷമം എനിക്ക് ആൾക്കൂട്ടത്തിലിരുന്ന് അങ്ങോട്ട് മുറിക്കാൻ പറ്റണില്ല, എല്ലാവരും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പാടും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ചെറുതിലേ തൊട്ട് അത് മനസ്സിൽ കയറിയത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല, നമുക്ക് കിട്ടിയതിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കിട്ടാത്തത് ആലോചിച്ച് വിഷമിച്ച് എന്തിന് ആവശ്യത്തിലേറെ വിഷമിക്കാനുള്ള വിഷയങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വിചാരിച്ച് ചിന്തിക്കണോ എന്ന് ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ചെറിയ വിഷമം വരും. ബട്ട് സ്റ്റിൽ അതിനെയൊക്കെ മറന്ന് ഇത്തവണ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.